തലസ്ഥാനത്ത് വീണ്ടും കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 9 ദിവസമായി വിഴിഞ്ഞം തീരപ്രദേശങ്ങളിലും വെങ്ങാനൂരിലും കുടിവെള്ളം എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. വെങ്ങാനൂർ പ്രദേശത്ത് വെള്ളം കിട്ടാക്കനിയായി മാറിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കിംസ് ആശുപത്രിക്ക് സമീപം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറ്റുന്ന പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ മുതൽ 10 മുതൽ നാളെ രാവിലെ വരെ പലയിടത്തും വെള്ളം മുടങ്ങുമെന്ന അറിയിപ്പും നൽകിയിട്ടുണ്ട്. സുനിഷ അയലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഏതായാലും ഈ തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധി പലയിടങ്ങളിലും രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഈ കിംസ് ആശുപത്രി പ്രദേശത്ത് ഇന്ന് രാവിലെ 10 മണി മുതൽ കുടിവെള്ളം മുടങ്ങുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിന് ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? വിശദാംശങ്ങൾ സുനിഷ. തുളസി, ഈ പറഞ്ഞതുപോലെ തലസ്ഥാനത്തെ ചിലയിടങ്ങളിലെങ്കിലും ഇപ്പോഴും ഈ കുടിവെള്ള പ്രതിസന്ധി തുടരുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുപോലെ വിഴിഞ്ഞ തീരദേശ പ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോഴും വെള്ളം ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ ഈ 9 ദിവസത്തോളമായി, ഇന്ന് കൂട്ടുകയാണെങ്കിൽ 9 ദിവസത്തോളമായി നിലവിൽ അവിടെ ഈ വെങ്ങാനൂർ വിഴിഞ്ഞം ഭാഗങ്ങളിലൊന്നും തന്നെ ചില വീടുകളിലേക്ക് വെള്ളം എത്തിയിട്ട് എന്നതാണ്. ഇവർ ഇപ്പോൾ ഒരു കലത്തിന് 10ഉം 20ഉം ഒക്കെ രൂപ കൊടുത്താണ് വെള്ളം വാങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ ചില പണികൾ നടക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് റെഡിയാക്കും, അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് വെള്ളം വിതരണം ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നുള്ളതടക്കമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനിടയിലാണ് ഈ പറഞ്ഞതുപോലെ കിംസ് ആശുപത്രിക്ക് സമീപം പൈപ്പ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട പണി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണമുല്ല ഭാഗങ്ങളിൽ, തുമ്പ ഭാഗങ്ങളിൽ, ശംഖുമുഖം, അത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ, അതായത് തിരുവനന്തപുരത്ത് തന്നെ പല ഇടങ്ങളിലുമായി ഇന്ന് ഈ വെള്ളം ലഭിക്കില്ല, ഈ ജലവിതരണം മുടങ്ങുമെന്നൊരു കാര്യം ഏതായാലും നേരത്തെ തന്നെ വാട്ടർ അതോറിറ്റി മുന്നറിയിപ്പായി നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നൽകിയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 10 മണി മുതൽ നാളെ രാവിലെ 10 മണി വരെയാണ് ജലവിതരണം മുടങ്ങുന്നത്. അതിനുള്ള കരുതലുകളെല്ലാം തയ്യാറാകണമെന്നത് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ട് വലിയ തോതിലുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് ഇന്നത്തെ ദിവസം കടക്കില്ല എന്നതാണ്. അത്തരത്തിലുള്ളൊരു പണികൾ, അറ്റകുറ്റപ്പണികൾ പലപ്പോഴും നടക്കാറുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഈ അറിയിപ്പ് നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ദിവസത്തിന് കണക്കാക്കി തന്നെ ആളുകൾ ഇതൊക്കെ തന്നെയും മുൻകരുതലുകൾ എടുക്കാറുണ്ട് എന്നതാണ്. അല്ലാത്ത പക്ഷം ഈ ഒരു ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും ഒക്കെ വെള്ളം വിതരണം നടക്കാതിരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത് പ്രതിസന്ധിയിലാകുന്നത്. ഏതായാലും ആ ഭാഗം നോക്കുകയാണെങ്കിൽ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, മുൻകരുതലുകൾ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ ഈ വിഴിഞ്ഞം ഭാഗങ്ങളിൽ മുൻകരുതലുകൾക്കപ്പുറം തന്നെ 9 ദിവസത്തോളമായി വെള്ളം ലഭിക്കാത്തത്, ഈ വെങ്ങാനൂർ, കോട്ടപ്പുറം ഭാഗങ്ങളിലടക്കം ഈ വെള്ളം ലഭിക്കാത്തത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നുണ്ട് എന്നതാണ്. നിലവിൽ ഏതായാലും ഇവർ പണം കൊടുത്തു വാങ്ങുന്നു, 3 ദിവസം കൂടുമ്പോൾ വലിയ ടാങ്കുകളിലേക്ക് വെള്ളം നിറക്കുന്നു, അത്തരത്തിലുള്ള സ്ഥിതിയാണ് അവിടെ ഉള്ളത്. പക്ഷേ ഉടൻ തന്നെ ഇതിൽ പരിഹാരം കാണുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത്. ഇന്ന് 9ാമത്തെ ദിവസമാണ് ഈ വിഴിഞ്ഞം ഭാഗങ്ങളിൽ ഈ പൈപ്പ് വെള്ളം എത്താത്തതിൻ്റെ ഒരു സാഹചര്യം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ശ്രുതി, തുളസി, വിഴിഞ്ഞം തീരപ്രദേശങ്ങളിലടക്കം വെള്ളം കിട്ടാക്കനിയായിരിക്കുകയാണ്. വലിയ ദുരിതം തന്നെയാണ് അവിടെയുള്ളവർ നേരിടുന്നത്, അല്ലേ? സുനിഷ അയലൂരാണ് വിശദാംശം നൽകിയത്.